നിങ്ങൾക്കൊരു ബിസിനസ് ഉണ്ടോ അല്ലെങ്കിൽ നിങ്ങളൊരു സെയിൽസ് സ്റ്റാഫാണോ എങ്കിൽ നിങ്ങൾ കുറേ കാര്യങ്ങളെക്കുറിച്ച് ശ്രദ്ധിച്ചിരിക്കുമല്ലോ അല്ലേ. അതിലൊരു 3 കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഓർമ്മപ്പെടുത്തി തരാം. അതായത് ലാക്ക് ഓഫ് നോളജ്. നിങ്ങളുടെ പ്രൊഡക്റ്റിനെ കുറിച്ചോ നിങ്ങളുടെ സർവീസിനെ കുറിച്ചോ ഉള്ള കംപ്ലീറ്റ് നോളജ് നിങ്ങൾക്കില്ല എങ്കിൽ നിങ്ങളുടെ സെയിൽസ് ജീവിതം വളരെ ശോകമായിരിക്കും. കാരണം ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സർവീസിൻ്റെയോ സെയിൽസ് സ്റ്റാഫ് ആവുമല്ലോ നിങ്ങൾ. സോ നിങ്ങളുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ സർവീസിനെ കുറിച്ച് നിങ്ങൾക്ക് മുഴുവനായിട്ട് അറിയില്ലെങ്കിൽ ഒരിക്കലും ഒരു കസ്റ്റമറെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് സാധിക്കില്ല. രണ്ടാമത്തത് ഫിയർ ഓഫ് റിജക്ഷൻ. ഒരു കസ്റ്റമർ അടുത്തോട്ട് പോകുന്ന സമയത്ത് ആദ്യം നമുക്ക് നല്ല കോൺഫിഡൻസ് വേണം. അതായത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ആ ഒരു കസ്റ്റമർക്ക് കംപ്ലീറ്റ് മനസ്സിലാക്കാൻ പറ്റും എന്നൊരു കോൺഫിഡൻസ് ആദ്യം നമുക്ക് വേണം. എങ്കിൽ മാത്രമേ നമുക്ക് ഒരു കസ്റ്റമറെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി പറ്റുകയുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു കസ്റ്റമർ നഷ്ടപ്പെടുമോ എന്ന ഭയം ഒരിക്കലും ഒരു സെയിൽസ് സ്റ്റാഫിൻ്റെ മുഖത്ത് ഉണ്ടാവരുത്. ഒരു സെയിൽസ് സ്റ്റാഫ് ഒരു കസ്റ്റമർക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുമ്പോൾ അതിൽ വരെ 100% കോൺഫിഡൻസ് ഫീൽ ചെയ്യാൻ പറ്റണം എന്നാണ് പറയാറ്. മൂന്നാമത്തത് സെയിം സ്ക്രിപ്റ്റ്. അതായത് ഒരു 10 കസ്റ്റമർ ഉണ്ടെങ്കിൽ 10 കസ്റ്റമറോടും ഒരേ കാര്യം റിപ്പീറ്റ് ചെയ്ത് പറയരുത്. എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ ഓരോ കസ്റ്റമർ എടുത്ത് പോകുന്ന സമയത്ത് നമ്മൾ നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയിട്ട് വേണം സംസാരിക്കാൻ. അതായത് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ആഡ് ചെയ്യണം. എന്ന് വെച്ച് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ടാകരുത് ഒരിക്കലും ഒരു കസ്റ്റമറെ നമ്മൾ എടുക്കുന്നത്. എപ്പോഴും ഉള്ള കാര്യം മാത്രം പറയാം, ഉള്ള കാര്യം പറയാൻ മറന്നു പോകുകയും ചെയ്യരുത്, ഇല്ലാത്ത കാര്യങ്ങൾ ആഡ് ചെയ്ത് പറയുകയും ചെയ്യരുത്. സോ ഇതുപോലെ കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് സബ്സ്ക്രൈബ് യൂട്യൂബ് ചാനൽ കെൻവൺ ഡിജിറ്റൽ അക്കാഡമി.